നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ആരായിരിക്കും അതിഥി? പോൾ മൈക്കിളാണ് നമ്മുടെ അതിഥി. വല്ലോ മനസ്സിലായോ? മനസ്സിലാകാൻ സാധ്യതയില്ല. സാക്ഷാൽ ലാൽ, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്. സിനിമയുടെ മർമ്മം കണ്ട ലാലിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ലാൽ, നമസ്കാരം. നമസ്കാരം. ഒന്നുകൂടെ ചിരിച്ചല്ലേ? മരിക്കുന്നതിന് മുമ്പ് ശരിയാ. ഓ, അത് ശരിയാ. ഇതാരെങ്കിലും ലാലിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എത്രയോ ആൾക്കാരെ പേടിപ്പിക്കുന്ന ആളല്ല ലാല്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് അല്ലേ? എന്റെ കുഴപ്പമൊന്നുമല്ല അത്. ആണോ? എന്താ പല പ്രാവശ്യം വിളിച്ചായിരുന്നു ഇങ്ങനെ പരിപാടിക്ക് വരാൻ വേണ്ടി. അപ്പൊ ഞാന് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആലോചിച്ചു, തീവണ്ടി വരുമ്പോ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട, അതത്ര ബുദ്ധിയാണെന്ന് തോന്നിയില്ല. പക്ഷെ ഞാൻ അടുത്ത് കുറച്ച് പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി തീവണ്ടി മൊത്തത്തിൽ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഒരു സൗഹൃദ ഭാഷയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് തോന്നിയപ്പോഴാണ് എന്നാ പിന്നെ വന്നത്. എന്റെ ലാലെ, ഇതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർ. ലാലിനെ കുറിച്ച് പല ആൾക്കാർ എന്തെല്ലാം മോശം പറയുന്നുണ്ട്, ഇല്ലേ? പറയുന്നില്ലേ? പിന്നെ അതെ, പക്ഷെ അങ്ങനെയല്ലല്ലോ ലാല് എന്നാണ് എന്റെ വിശ്വാസം. അത്ര ഉറപ്പില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. ലാലാണ്. ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയും, ഈ ഒരു മുതലിന് വേണ്ടി ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ചെറിയ കാര്യമല്ല. എന്താ കാരണം അറിയോ? ഇതൊരു മുതലല്ലേ? മലയാള സിനിമയുടെ സക്സസ്, അതിൻ്റെ ചേരുവ എന്താ ചോദിച്ചാൽ ലാൽ ലാൽ ലാൽ. കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ശരിയല്ലേ? ഇത് എന്നും പറയാൻ പറ്റില്ല. ഞാൻ പരാജയങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ കുറവായിരിക്കും, പെർസെൻറ്റേജ് കുറവായിരിക്കും. പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ലാൽ ഉണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടി ആയി എന്ന് ആൾക്കാർ പറയും. അതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പം അഭിനയിക്കുന്ന ഞാൻ ഒരുപാട് ഒറ്റക്ക് അഭിനയിക്കുന്ന പടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടങ്ങൾ, അതിനകത്ത് വളരെ വെള്ളത്തിലെണ്ണാവുന്ന പടങ്ങൾ മാത്രമേ ഓടിയിട്ടുള്ളൂ. കഥ പറയാൻ വരുന്നവർ തന്നെ ഞാൻ പറയും, നിങ്ങൾ എന്തിനാ എന്നെ വെച്ചിട്ട് പടം എടുക്കുന്നത്? എന്നാൽ ആള് വരട്ടില്ല, വെറുതെ എന്തിനാ അങ്ങനെ ഒരു അബദ്ധത്തിന്. ആൾക്കാർ പറഞ്ഞാൽ അട്ടയുടെ കണ്ണ് കണ്ട ആളാണ് ലാല്. ലാൽ ഒന്ന് കണ്ണ് വെച്ചാൽ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ട്. അല്ല, ഞാൻ അഭിനയിക്കുന്ന കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. അഭിനയിക്കുന്ന കാര്യത്തിൽ എന്നെ വന്ന് വിളിക്കുന്നവരടുത്ത് ഞാൻ പറയാറുണ്ട്, ആദ്യം പറയാം എന്നെ. ഇപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടം എടുത്തപ്പോൾ തന്നെ ആഷിക്കിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആഷിക്ക് ഇത് ഒരു സ്റ്റാർ ആരെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ പടം സൂപ്പർ ഹിറ്റാണ്. ഇത് ഞാൻ അഭിനയിച്ചിട്ട് തിയേറ്ററിൽ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വരണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഈ പടം ലാലേട്ടനാണെങ്കിൽ എന്നെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അതിനകത്ത് പോകുന്നത്. പക്ഷേ ആ പടത്തിന് ആദ്യത്തെ ദിവസം ആളുണ്ടാക്കാനായിട്ട് എൻ്റെ ഇമേജ് അല്ല, ആഷിക് കപൂറിന് പരസ്യത്തിലൂടെ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ആ പടത്തിൻ്റെ സക്സസ്. അത് ഇല്ലെങ്കിൽ, ആദ്യത്തെ ദിവസം ആളില്ലെങ്കിൽ ഇതിനകത്ത് അഭിപ്രായമൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പടം തിയേറ്ററിൽ നിന്ന് മാറിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ 100-150 പടങ്ങൾ ഒരു വർഷത്തിൽ വരുന്നത്. തിയേറ്ററുകാർ പടം ഏത് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ചിന്ത, അടുത്ത പടം ഏത് വെക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മറ്റ് പല കാര്യത്തിലും ജഡ്ജ്മെൻറ്റും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തിയേറ്ററിലിരിക്കുന്നവൻ്റെ മനസ്സ് എങ്ങനെ പായും എന്ന് ആദ്യം തന്നെ ലാൽ മനസ്സിലാക്കും. അതിപ്പോൾ നിസ്സാര കാര്യം. അത് ഞാനിവിടുത്തെ സാധാരണ ആളുകളിൽ പെട്ട ഒരാളാണ്. അവരുടെ ടേസ്റ്റാണ് എൻ്റെ. ഇവിടെ വലിയ സക്സസ് ആകുന്ന എല്ലാ പടങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഉള്ളവരാണ് ഇവിടെ ഭൂരിഭാഗവും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ഓടും എന്നുള്ള കാര്യം